എന്ന കാര്യങ്ങൾ പോലും ചെയ്യരുതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുകയാ. പടച്ചവനെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല. നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, എങ്കിൽ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിനക്കറിയോ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്കറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ജനങ്ങളൊക്കെ പോയെന്ന് മനസ്സിലാകുമ്പോ അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, വൃദ്ധനായി. ആ വൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ, വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. പള്ളിക്കകത്തിരുന്ന പ്രായം ചെന്ന വൃദ്ധനായ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി